ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സൗദി അറേബ്യ ഇടപെടുമോ എന്നുള്ള ചോദ്യം വളരെയേറെ നാളുകളായി തന്നെ നമ്മുടെ ഇടയിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സൗദി അറേബ്യ ഇവരുടെ ഇടയിൽ തന്നെ ഇടപെട്ട് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയോടും പാകിസ്ഥാനോടും അങ്ങനെ തീരെ എതിർപ്പില്ലാത്ത ആളുകളാണ് സൗദി അറേബ്യ. അതുകൊണ്ട് തന്നെ അവർ ഇടപെട്ട് കഴിഞ്ഞാൽ പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും പ്രശ്നം എന്നേക്കുമായി അവസാനിക്കാൻ പോലും സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. എല്ലാ രാജ്യത്തിന്മേലും ഒരു അധികാരമുള്ളതും എല്ലാ രാജ്യങ്ങൾക്കും ഒരു ബഹുമാനമുള്ള രാജ്യങ്ങളുമാണ് UAE രാജ്യങ്ങൾ. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയ്ക്ക് അങ്ങനെ ഒരു സ്ഥാനമുണ്ടെന്നും എല്ലാവരും പറയുന്നു. എല്ലാ പ്രശ്നങ്ങളും നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന് നേരത്തെ തന്നെ GCCയിലെ മിക്ക രാജ്യങ്ങളും അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതുമായി ഒരു രാജ്യവും നേരിട്ട് വന്നിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യമെന്ന് പറയാം. പാകിസ്ഥാനുമായി അടുപ്പമുള്ള രാജ്യമാണ് സൗദി അറേബ്യ. അമേരിക്കൻ മധ്യസ്ഥ വഹിക്കാമെന്ന് ട്രംപിന്റെ വാഗ്ദാനം നേരത്തെ ഇന്ത്യ നിരസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മൂന്നാമതൊരു കക്ഷിയുടെ ആവശ്യമുണ്ടെന്നും ആവശ്യമില്ല എന്നുള്ള കാര്യങ്ങളും ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാടിൽ ഉണ്ടെന്നും പറയാം. മാത്രമല്ല, പാകിസ്ഥാന്റെ അധീനതയിലുള്ള കശ്മീർ വിട്ടുകിട്ടുന്ന വിഷയത്തിൽ മാത്രമേ ചർച്ചയുള്ളൂ എന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് നടത്തിയ പ്രതികരണം കൂടി ചർച്ചയാകുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്ന പരിഹാരത്തിന് സൗദി അറേബ്യ നിഷ്പക്ഷ വേദിയാകാമെന്ന് ഷഹബാസ് ഷരീഫ് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്താൻ തന്നെ സാധിച്ചേക്കുമെന്ന പ്രതീക്ഷയും ഡോൺ ന്യൂസ് പങ്കുവച്ചിട്ടുണ്ട്. ചൈന വേദിയാകാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ചൈന വേദിയാകുന്നതിനോട് ഇന്ത്യ യോജിക്കാനിടയില്ലെന്നും ഷഹബാസ് തന്നെ കൂട്ടിച്ചേർത്തു. പഹൽഗാം ഭീകരാക്രമണത്തിൽ തന്നെ തിരിച്ചടിയായി ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തിരുന്നുവെന്നും അറിയാം. പിന്നീട് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ യുദ്ധങ്ങളും വലിയ കൊമ്പുകോർക്കലും ഉണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു. ശേഷമാണ് ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപനം വന്നത്. താൻ ഇടപെട്ടാണ് വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒക്കെ അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നു. മൂന്നാം കക്ഷി ഇടപെട്ടിട്ടില്ല എന്ന് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈനികർ നടത്തിയ ചർച്ചയാണ് വെടിനിർത്തലിലേക്ക് നയിച്ചതെന്നും വിദേശകാര്യമന്ത്രി S ജയശങ്കർ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചർച്ചകൾക്ക് താൻ മധ്യസ്ഥത വഹിക്കാമെന്ന് ട്രംപ് വാഗ്ദാനം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഇന്ത്യ തന്നെ വ്യക്തമാക്കി. ഭീകരപ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വേളയിൽ പാകിസ്ഥാനുമായി ചർച്ച സാധ്യമല്ലെന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി സൗദി അറേബ്യ ചർച്ചയ്ക്ക് വേദിയാകാമെന്ന് പ്രതികരിച്ചത്. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. ഇരു രാജ്യങ്ങളിലെയും സൗദി അറേബ്യയ്ക്ക് കോടികളുടെ നിക്ഷേപമുണ്ട്. നയതന്ത്ര തലത്തിൽ ചർച്ച ചെയ്ത പരിഹാരം കാണണമെന്ന് സൗദി അറേബ്യയും വ്യക്തമാക്കിയിരുന്നു. സംഘർഷ സാഹചര്യം ഒഴിവാക്കണമെന്നും സൗദി അഭ്യർത്ഥിച്ചിരുന്നു. ചർച്ചയ്ക്ക് മധ്യസ്ഥ വഹിക്കാമെന്ന് നേരത്തെ ഇറാൻ പറഞ്ഞിരുന്നു. ഇറാനും പാകിസ്ഥാനും തമ്മിൽ ചില തർക്കങ്ങൾ നിലവിലുണ്ട്. കശ്മീർ വിഷയത്തിൽ ഇതുവരെ ഇന്ത്യയെ കുറ്റപ്പെടുത്തി സൗദി അറേബ്യ പ്രതികരിച്ചിട്ടില്ല. കശ്മീരിലെ സാഹചര്യം ചൂണ്ടിക്കാട്ടി ഇന്ത്യ വിരുദ്ധ വികാരം വളർത്താൻ പാകിസ്ഥാൻ നേരത്തെ ശ്രമിച്ചിരുന്നുവെങ്കിലും സൗദിയും UAEയും ഖത്തറുമെല്ലാം അകലം പാലിക്കുകയായിരുന്നു ചെയ്തത്. തുർക്കി മാത്രമാണ് ഈ വിഷയത്തിൽ പാകിസ്ഥാന്റെ നിലപാടിനൊപ്പം നിൽക്കുന്നത്. UAE അങ്ങനെയൊന്നും തന്നെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഭീകരത സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. ഇന്ത്യക്കെതിരെ നീക്കത്തിൽ ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനെ സഹായിച്ചതും തുർക്കി തന്നെയായിരുന്നു. ഇന്ത്യയുമായി വ്യാപാര പ്രതിരോധ ഇടപാടുകൾ സൗദി അറേബ്യയ്ക്കുണ്ട്. സൗദി കീഴവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഇന്ത്യ സന്ദർശിക്കുകയും വൻ നിക്ഷേപത്തിന് താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് തുടങ്ങുന്ന യൂറോപ്പിലേക്കുള്ള സാമ്പത്തിക ഇടനാഴി സൗദിയിലൂടെയാണ് കടന്നു പോവുക.